സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി വാർധ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വർഷം. മഹാത്മാഗാന്ധി വാർധ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വർഷം ഏത്? 1937. അപ്പൊ വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വർഷമാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത്? 1937. കേരള ഗാനമായിട്ട് അംഗീകരിച്ച ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചത് ആര്? കേരള ഗാനം ആയിട്ട് അംഗീകരിച്ചത് ഏതാണ്? ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനമാണ് കേരള ഗാനം. ഇത് രചിച്ചത് ആര്? ബോധേശ്വരനാണ്. ബോധേശ്വരൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. KM മുൻഷി. ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയ ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയാണ് ആന്ത്രാക്സിന് കാരണമാക്കുന്നത്. ബാസിലസ് ആന്ത്രാസിസ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? മൺട്രോത്തുരുത്താണ്. മൺട്രോത്തുരുത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത്. മൺട്രോത്തുരുത്ത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. 206. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ഏത്? അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ബുധനാണ്. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആര്? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ്. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ്. മൾബറി കൃഷി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൾബറി കൃഷി മോറികൾച്ചർ. മോറികൾച്ചർ എന്നറിയപ്പെടുന്നത് മൾബറി കൃഷിയാണ്. മൾബറി കൃഷിയാണ് മോറികൾച്ചർ എന്ന് അറിയപ്പെടുന്നത്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. സിലിണ്ടറിക്കൽ ലെൻസ് ആണ് വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ഹസ്രയാണ്. മാതങ്കിനി ഹസ്രയാണ് ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാതങ്കിനി ഹസ്ര. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ്. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവാണ്. ബൈക്കസ്പിഡ് വാൽവ് ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ്. ബൈക്കസ്പിഡ് വാൽവ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ബെൻഗ്വേല പ്രവാഹമാണ്. ബെൻഗ്വേല പ്രവാഹം. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ഏതാണ്? ബെൻഗ്വേല പ്രവാഹമാണ്. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആര്? വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആര്? ജോൺ എ ഫ്ലെമിംഗ് ആണ്. ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത്. ജോൺ എ ഫ്ലെമിംഗ്.
ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയാണ് പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത്? ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയാണ് പോറ്റി ശ്രീരാമലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത്? നെല്ലൂരാണ്, നെല്ലൂർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം? സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് 1929 1929 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയത്. ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 22 ജൂൺ 22 ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത്. കൊല്ലവർഷം 1112 തുലാം 27 പ്രസിദ്ധമായ വിളംബരം ഏത്? കൊല്ലവർഷം 1112 തുലാം 27 പ്രസിദ്ധമായ വിളംബരം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. കൊല്ലവർഷം 1112 തുലാം 27 പ്രസിദ്ധമായ വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയത്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാട്. വർഷം 1997. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി? ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഓടക്കുഴലാണ്. ഓടക്കുഴൽ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഓടക്കുഴൽ. ഓടക്കുഴൽ ആരുടെ കൃതിയാണ് എന്ന് കമന്റ് ചെയ്യുക. ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷവും കൂടെ കമന്റ് ചെയ്യുക. ആരുടെ കൃതിയാണ്, ഏത് വർഷമാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് എന്നിവ കമന്റ് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ള. ജസ്റ്റിസ് പരീതു പിള്ള. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് പരീതു പിള്ള. ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ അല്ലെങ്കിൽ അൺബോവ്ഡ് എന്നത്? ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ അല്ലെങ്കിൽ അൺബോവ്ഡ് എന്നത്? വാങ്കാരി മാതായിയാണ്. വാങ്കാരി മാതായിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് അൺബോവ്ഡ് അല്ലെങ്കിൽ തല കുനിക്കാതെ എന്നത്. 10+2+3 എന്ന രീതിയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ? 10+2+3 ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 10+2+3 എന്ന രീതിയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം? വാമനത്വത്തിന് കാരണമാകുന്നത് സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ്. മനുഷ്യനിലെ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്? സൊമാറ്റോട്രോപ്പിൻ. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാം. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം? മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്നത് അർജുന നൃത്തമാണ്. അർജുന നൃത്തമാണ് മയിൽപീലി തൂക്കം എന്ന് അറിയപ്പെടുന്നത്. അർജുന നൃത്തം. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി? വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഒന്നാമനാണ്. മാനുവൽ ഒന്നാമനാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 2012. 2012. പ്രതിധ്വനി ഉണ്ടാകുവാൻ ഏറ്റവും കുറഞ്ഞ ദൂരം? പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 17.2 മീറ്റർ ആണ്. 17.2 മീറ്റർ ആണ് പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം. നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ്. ഗാൾട്ടൺ വിസിലാണ് നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ. ഗാൾട്ടൺ വിസിൽ.
ലോക പരിസ്ഥിതി ദിനം എന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം സൂചിപ്പിക്കുന്നത് മാരകമായ വിഷാംശത്തെയാണ്. മാരകമായ വിഷാംശമാണ് ചുവന്ന ത്രികോണം സൂചിപ്പിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപകം. പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ സ്ഥാപക വാങ്കാരി മാതായി ആണ്. വാങ്കാരി മാതായി. ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന ഏതാണ്? ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന WWF ആണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ് ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന. പാമ്പുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം. പാമ്പുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് ഓഫിയോളജി. പാമ്പുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് ഓഫിയോളജി. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. തലാമസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പെരിയാർ നദിയാണ്. പെരിയാർ. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ദേവഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ കരൾ. തിരുവിതാംകൂറിൽ ദേശസേവിക സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത്. തിരുവിതാംകൂറില് ദേശസേവിക സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത് അക്കാമ ചെറിയൻ. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യുവാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ആണ്. 300 മില്ലി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ നദിയാണ്. ഗംഗ. നദികളുടെ ഒഴുക്കിന്റെ ഫലമായി രൂപം കൊള്ളുന്ന താഴ്വരകൾ ഏവ? നദികളുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന താഴ്വരകളാണ് വിരൂപ താഴ്വരകൾ. വിരൂപ താഴ്വരകൾ. തിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ എങ്ങനെ വിളിക്കുന്നു? തിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗം തിരാശിഖിരമാണ്. തിരാശിഖിരം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദി. ലോക്തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ലോക്തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ലോക്തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം. ഭഗീരഥി നദി അളകനന്ദയുമായിട്ട് ചേരുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ വെച്ചാണ്. ദേവപ്രയാഗിൽ വെച്ചാണ് ഭഗീരഥി അളകനന്ദയുമായിട്ട് ചേരുന്നത്. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ്. നിശബ്ദ വസന്തം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ച തീയതി 2018 മാർച്ച് 21. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചക്കയാണ്. ഏത് വർഷമാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്? 2018 മാർച്ച് 21. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ഫാരഡ്. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്നത് സ്കിൻ ഫോൾഡ് കാലിപ്പർ ആണ്. സ്കിൻ ഫോൾഡ് കാലിപ്പർ മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അയഡൈഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം. അയഡൈഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്നത് ഗോയിറ്റർ. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വൻകരകളെയാണ്. വൻകരകൾ.
സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണിയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണിയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് നാവിക കലാപത്തെയാണ്. നാവിക കലാപത്തെയാണ് ഗാന്ധിജി അപ്രകാരം വിശേഷിപ്പിച്ചത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം. കേരളത്തില് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ്. ചാലിയാർ. സ്മൃതി മന്ദാന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്മൃതി മന്ദാന ക്രിക്കറ്റ്. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം ഫംഗസ് ആണ്. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം ഫംഗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോ. കാങ്കർവാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാങ്കർവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിന്റെ പ്രതിപാദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം സംസ്ഥാനങ്ങളുടെ യൂണിയനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ യൂണിയൻ. 1-ാം അനുച്ഛേദം. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 10-ാം പദ്ധതിയാണ്. 10-ാം പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ 1984 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ 1984 ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത്. ഏതിന്റെ അയിരാണ്? സ്പെറിലൈറ്റ്. സ്പെറിലൈറ്റ് ഏതിന്റെ അയിരാണ്? പ്ലാറ്റിനത്തിന്റെ അയിരാണ് സ്പെറിലൈറ്റ്. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘങ്ങൾ. ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത്. ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം അമൃത ഷെർഗിലിൻ്റെതാണ്. അമൃത ഷെർഗിൽ. അച്ചന കാമർ അമർ കാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അച്ചന കാമർ അമർ കാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആര്? കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്നത് നെഫോസ്കോപ്പ് ആണ്. നെഫോസ്കോപ്പ്. ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം. ദിഗ്ബോയില്, ആസാമിലെ ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം 1901 ആണ്. 1901. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത്, ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവം. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് എന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965 1965. ലോക പക്ഷാഘാത ദിനം. ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 29 ഒക്ടോബർ 29. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായി പിൻവലിച്ച വർഷം. സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ച വർഷം 1934 1934.
യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജക കലയെ ബാധിക്കുന്നത് സാർക്കോമയാണ്. സാർക്കോമ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ എത്ര? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളാണ് ഉള്ളത്. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദി. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഗോൾഡൻ ത്രഷോൾഡ് എന്നത് സരോജിനി നായിഡുവിന്റെ രചനയാണ്. സരോജിനി നായിഡു. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. 2026 ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. പഹൽഗാം ഭീകരരെ പിടിക്കാൻ നടത്തിയ സംയുക്ത സൈനിക നീക്കം. പഹൽഗാം ഭീകരരെ പിടിക്കാൻ ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ആനന്ദിലാണ്. ഗുജറാത്തിലെ ആനന്ദ്. RBIയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസ്. RBIയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ സീരീസ് RBI അൺലോക്ഡ് ബിയോണ്ട് ദി റുപ്പി എന്നതാണ്. RBI അൺലോക്ഡ് ബിയോണ്ട് ദി റുപ്പി. നെൽകൃഷിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. നെൽകൃഷി ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്ക. അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് കടുവാ ദിനം ജൂലൈ 29. അടുത്തിടെ കർണാടക സ്വദേശിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ്. ക്രിബ് ആണ്. ക്രിബ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. വാന്ധാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വാന്ധാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.